ഹലോ മക്കളെ, നമ്മളിന്ന് LSGSന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് എടുക്കുന്നത്. ഇന്ന് നമ്മൾ ഗ്രാമവികസനം തന്നെയാണ് എടുക്കുന്നത്. ഗ്രാമവികസനത്തിന്റെ 3-ാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രീ ഇൻഡിപെൻഡന്റ് പീരീഡിൽ ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട് വന്ന പ്രൊജക്റ്റുകൾ അല്ലേ. ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട് പ്രീ ഇൻഡിപെൻഡന്റ് പീരീഡ്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് വന്ന പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വലിയൊരു പോരായ്മ തന്നെ നമ്മൾ പറഞ്ഞു. അതെല്ലാം തന്നെ ഏതെങ്കിലും ഒരു വ്യക്തികളുടെയോ സംഘടനകളുടെയോ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതികളാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ ഇന്ത്യയിൽ മുഴുവനായിട്ടും ഒരു ചലനങ്ങൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ മൊത്തം ഒരു ഗ്രാമങ്ങളുടെ വികസനത്തിനൊന്നും തന്നെ അത് പര്യാപ്തമല്ലായിരുന്നു. ആ പദ്ധതികളൊന്നും തന്നെ പര്യാപ്തമല്ലായിരുന്നു. എന്നാൽ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡിൽ, അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന പല പദ്ധതികളും സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് CDP എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെ. CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, ആഗോളതലത്തിൽ തന്നെ ഒരു ഗ്രാമവികസന പദ്ധതി എന്ന രീതിയിൽ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിച്ച ഒരു പദ്ധതിയാണ് CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് അവസാനിപ്പിച്ചത് ഇട്ടാവ പൈലറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റിലാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇട്ടാവ പൈലറ്റ് പ്രൊജക്ട്. ഇട്ടാവ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ഒരു ജില്ലയാണ് അല്ലെ. ഇട്ടാവ എന്ന് പറയുന്നത് ഇട്ടാവയിലെ മെഹ്വ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ 1948 ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഇട്ടാവ പൈലറ്റ് പ്രൊജക്ട്. അത് ആരാണ് ആരംഭിച്ചത്? ആ പൈലറ്റ് എന്നുള്ള വാക്ക് വെച്ച് ഓർക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആൽബർട്ട് മേയർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അത് ആരംഭിച്ചത്. ആ പദ്ധതി ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള പ്രധാന കാരണം തന്നെ എന്താണ് പറഞ്ഞത്? CDPയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്ന ഒരു പദ്ധതിയാണ്. CDPയുടെ മുൻഗാമിയായിട്ട് അറിയപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഈ ഇട്ടാവ പൈലറ്റ് പ്രൊജക്ട് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യ വികസനം അല്ലേ. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അർത്ഥമാക്കുന്നത് ഒരു സർക്കാർ ഒരു ഗ്രാമത്തിൽ ഒരു സമൂഹത്തെ വികസിപ്പിക്കുക എന്നതിനേക്കാളും അപ്പുറം ആ സമൂഹത്തിന്റെ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ തന്നെ സഹകരണത്തോടു കൂടി സ്വയം പര്യാപ്തമാക്കുക അല്ലെങ്കിൽ സ്വയം വികസന പാതയിൽ എത്തിച്ചേരുക എന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു നമ്മൾ സോഷ്യൽ വർക്ക് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ തന്നെ ഒരു സഹകരണത്തോടെ അവരുടെ തന്നെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് പുരോഗതിയിലേക്ക് എത്തിച്ചേരുക എന്നതാണ് ശരിക്കും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിലെല്ലാം തന്നെ NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ അല്ലെ. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിന്റെ പങ്കുകൂടി വളരെയധികം പ്രാധാന്യമുള്ളതാണ്. സർക്കാർ സ്ഥാപനങ്ങളോടൊപ്പം തന്നെ ഈ NGO സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ NGO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോഫിറ്റ് ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്നതല്ല ഒരിക്കലും. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരുപാട് സംഘടനകൾ, ഇപ്പൊ നമ്മുടെ അനാഥ മന്ദിരങ്ങൾ, അനാഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വൃദ്ധസദനങ്ങൾ, അതേപോലെ തന്നെ ഈ അനാഥ കുട്ടികളുടെ സംരക്ഷണത്തിനൊക്കെ ആയിട്ട് പല ഓർഗനൈസേഷൻസും ഉണ്ട്. അതൊന്നും തന്നെ അവർ പ്രോഫിറ്റിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ളതല്ല, സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അല്ലെ, സാമൂഹിക നന്മയ്ക്ക് വേണ്ടി ആരംഭിച്ച സ്ഥാപനങ്ങളാണ്. ഇതൊക്കെയാണ് NGO എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് സർക്കാരിനോടൊപ്പം തന്നെ NGO സ്ഥാപനങ്ങളുടെയും കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ റാങ്ക് ഫയലിൽ നൽകിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്. 11 ലക്ഷ്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള കാര്യമാണ് 11 ലക്ഷ്യങ്ങളും. ഈ 11 ലക്ഷ്യങ്ങളും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മളോട് ചോദിക്കും, ഇതിൽ ഏതൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങൾ ഏത്, ലക്ഷ്യങ്ങളല്ലാത്തത് ഏതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരുപോലെ തോന്നും. നമ്മുടെ തെറ്റല്ല, അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ 11 ലക്ഷ്യങ്ങളും കൃത്യമായി പഠിച്ചു വെക്കുക എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത്. അല്ലാതെ ഒരിക്കലും ഞാനത് കൂടുതലായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ സമയം കളയുന്നില്ല. നമുക്ക് ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയമുള്ളൂ. നിങ്ങളുടെ സമയവും ഇമ്പോർട്ടന്റ് ആണ്, എൻ്റെ സമയവും അല്ലെ. നമുക്ക് രണ്ടുപേരെ സമയത്തിനും തുല്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ വലിച്ചു വാരി ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കത് പഠിക്കാനായിട്ട് ജസ്റ്റ് പറഞ്ഞുതരാം. ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതേപോലെ തന്നെ വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം, ഇതിനൊന്നും ഒരിക്കലും വിശദീകരണം വേണ്ടല്ലോ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീ ശാക്തീകരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിനൊന്നും തന്നെ ഒരു എക്സ്പ്ലനേഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് നിങ്ങൾക്ക് മറക്കാതെ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചവത്സര പദ്ധതികളും അതിന്റെ ലക്ഷ്യങ്ങളും തന്നെ ഓർത്താൽ മതി. PSC സ്ഥിരം ചോദിക്കുന്ന പഞ്ചവത്സര പദ്ധതികളും അതിന്റെ ലക്ഷ്യങ്ങളുണ്ട്. ചില പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ PSCക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. സ്ഥിരം ചോദിക്കാറുണ്ട് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തെന്ന്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗരീബി ഹടാവോ എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതി
പദ്ധതിയാണെന്നൊക്കെ പഠിക്കാത്ത ഒരു PSC ഉദ്യോഗാർത്ഥി തന്നെ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഈ പ്രധാനപ്പെട്ട ഈ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ സാമൂഹ്യ വികസനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. 11 ലക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾ ഓരോന്ന് നിങ്ങളുടെ കയ്യിൽ തന്നെ എണ്ണി പോകാം. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? നമുക്കറിയാം, കാർഷിക മേഖലയുടെ വളർച്ചയാണ് നമ്മുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ കാർഷിക മേഖല എന്ന് പറയുന്നത് എവിടെയാണ്? ഗ്രാമങ്ങളിലാണ് അല്ലെ. കാർഷിക വൃത്തിയെ അല്ലെങ്കിൽ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളുള്ളത് എവിടെയാണ്? നമ്മുടെ ഗ്രാമീണ മേഖലയിലാണ്. അപ്പൊ കാർഷിക മേഖലയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇത് ഗ്രാമീണ വികസനമാണ്. ഗ്രാമീണ വികസനമാണെന്ന് അറിയാലോ. അപ്പൊ ഒന്നാമത്തെ ലക്ഷ്യം ഗ്രാമീണ വികസനം കിട്ടി. ഒന്നാമത്തെ ലക്ഷ്യം ഗ്രാമീണ വികസനം. ഇനി രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? വ്യവസായങ്ങളുടെ വളർച്ചയാണ് അല്ലെ. വ്യവസായവൽക്കരണത്തിനാണ് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി. വ്യവസായങ്ങൾക്കാണ് കൂടുതലും പ്രാധാന്യം നൽകിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യവസായങ്ങൾ എന്ന് പറഞ്ഞാൽ നഗരങ്ങളിലല്ലേ ആരംഭിക്കുക. അപ്പൊ നഗരങ്ങളുടെ വളർച്ച, അപ്പൊ അത് തന്നെയാണ് രണ്ടാമത്തെ ലക്ഷ്യം എന്നുള്ളത്. ഒന്നാമത്തെ നഗരവികസനം. എങ്ങനത്തെ നഗരവികസനമാണ്? സുസ്ഥിരമായിട്ടുള്ള നഗരവികസനം, സുസ്ഥിര നഗരവികസനം. അപ്പൊ ഒന്നാമത്തെ ലക്ഷ്യം ഗ്രാമീണ വികസനം അല്ലെങ്കിൽ ഗ്രാമവികസനം അല്ലെ, ഗ്രാമീണ വികസനം. രണ്ടാമത്തെ എന്ന് പറയുന്നത് സുസ്ഥിരമായ നഗരവികസനം, സുസ്ഥിരമായ നഗരവികസനം. ഇനി മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ വികസനത്തിന്റെ മൂന്നാമത്തെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇനി 5 കഴിഞ്ഞാൽ പിന്നെ PSC സ്ഥിരം ചോദിക്കുന്നത് 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 8ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ മൻമോഹൻ സിംഗ് ഒക്കെ അല്ലെ ഉണ്ടായിരുന്ന സമയത്ത് 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? മൻമോഹൻ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മാനവ വിഭവശേഷിയുടെ വികസനം അല്ലെ. മാനവ വിഭവശേഷിയുടെ വികസനമായിരുന്നു 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ് മാനവ വിഭവശേഷി വർദ്ധിക്കുക? മാനവ വിഭവശേഷി വർദ്ധിക്കുക എന്ന് പറയുന്നത് അവരുടെ നൈപുണ്യ വികസനം അല്ലെ. നൈപുണ്യ വികസനവും തൊഴിലും വർദ്ധിക്കണം. നൈപുണ്യ വികസനവും തൊഴിലും. അപ്പൊ നമ്മുടെ 4ാമത്തെ ലക്ഷ്യം നൈപുണ്യ വികസനവും തൊഴിലും. നൈപുണ്യ വികസനവും തൊഴിലും. 8 കഴിഞ്ഞാൽ 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഒരു ലക്ഷ്യമായിരുന്നു സ്ത്രീ ശാക്തീകരണം എന്നുള്ളത്. സ്ത്രീ ശാക്തീകരണം. അപ്പൊ ഇവിടെ നമ്മൾ സ്ത്രീ ശാക്തീകരണം നമ്മുടെ ഇവിടുത്തെ ഒരു ലക്ഷ്യമാണ്. ഈ സാമൂഹ്യ വികസനത്തിന്റെ ഒരു ലക്ഷ്യം സ്ത്രീ ശാക്തീകരണം എന്നുള്ളതാണ്. ഈ സ്ത്രീ ശാക്തീകരണം മാത്രമല്ല എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും സ്ത്രീകൾ മാത്രം മതിയല്ലോ, പോരല്ലോ, എല്ലാവരും വേണം അല്ലെ. എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കണം. അതുകൊണ്ട് തന്നെ മൊത്തം എല്ലാവരുടെയും ശാക്തീകരണവും പങ്കാളിത്തവും, എല്ലാവരുടെയും ശാക്തീകരണവും പങ്കാളിത്തവും ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. അപ്പൊ സ്ത്രീ ശാക്തീകരണം പറയുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരുടെ ശാക്തീകരണവും പങ്കാളിത്തവും കൂടി പറയാം. പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, നമ്മൾ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ എല്ലാവരുടെ പങ്കാളിത്തവും അതിൽ ഉറപ്പാക്കണം. എങ്കിലേ അവർക്ക് തോന്നുള്ളൂ അവർക്കും കൂടി വേണ്ടി ഉണ്ടാക്കിയ നിയമമാണെന്ന് അല്ലെ. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇപ്പൊ പഠിക്കുന്നില്ലെങ്കിലും മുമ്പ് പഠിച്ചിരുന്നല്ലോ. ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്താണ്. ഇപ്പൊ ഒരു ഓണം സെലിബ്രേഷൻ നടത്താണ്. ആ ഓണം സെലിബ്രേഷൻ ടീച്ചർ എല്ലാ ക്ലാസ്സിലെ എല്ലാവരോടുമായി വന്ന് ചോദിച്ച് നമ്മുടെ സെലിബ്രേഷൻ എങ്ങനെ നടത്തണം, അപ്പൊ നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറയുന്നു. ഞാൻ ഇന്നത് ചെയ്യാം, ഇന്നെങ്കിൽ പോലെയൊക്കെ ചെയ്യാന്നൊക്കെ നിങ്ങൾ അഭിപ്രായം പറഞ്ഞു നിങ്ങൾ ആ പരിപാടി നടത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പരിപാടി കൂടിയാണെന്ന് തോന്നും അല്ലേ. ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നൂലേ? അതിന് പകരം ടീച്ചർ ക്ലാസ് ലീഡർ ഇങ്ങോട്ട് വരൂ, അതുപോലെ 2-3 കുട്ടികൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അവരോട് മാത്രം ചോദിച്ച് അവരുടെ തീരുമാനത്തിന് അടിസ്ഥാനമാക്കി മാത്രം ഒരു പരിപാടി നടത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പരിപാടി കൂടിയാണെന്ന് തോന്നും? ഇല്ല, ഒരിക്കലും തോന്നൂല അല്ലെ. അപ്പൊ നമ്മളും കൂടിയും ആ ഒരു പരിപാടിയിൽ പങ്കാളിത്തം ഉണ്ടെങ്കിലാണ് അത് നമ്മുടേതും കൂടിയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. അപ്പൊ അവിടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ സ്ത്രീ ശാക്തീകരണം പറയുമ്പോൾ അതിനൊപ്പം തന്നെ ബാക്കിയുള്ളവരുടെ ശാക്തീകരണവും പങ്കാളിത്തവും കൂടി അവിടെ പറഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ 9ാമത്തെ പഞ്ചവത്സര പദ്ധതി പറഞ്ഞു. 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്നുള്ളത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരുന്നു അല്ലെ. അതായത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച എന്നുള്ളത് അതും ഇവിടുത്തെ ഒരു ലക്ഷ്യം തന്നെയാണ്. എല്ലാവരും ഉൾക്കൊള്ളുന്ന വളർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രമല്ല. അതായത് ഇപ്പൊ നമ്മൾ SC ST എന്ന് പറയുമ്പോൾ അവരുടെ മാത്രമോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രമോ വളർച്ചയല്ല. എല്ലാവർക്കും, ഇപ്പൊ മുതിർന്ന പൗരന്മാരുണ്ടായിരിക്കും ഇല്ലേ. നമ്മൾ ഓരോ ബഡ്ജറ്റ് കൊണ്ടുവരുമ്പോഴും ഒരുപാട് പദ്ധതികൾ എല്ലാവർക്കും വേണ്ടിയുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. കുട്ടികൾക്കുള്ള പദ്ധതികൾ കൊണ്ടുവരും, സ്ത്രീകൾക്കുള്ള പദ്ധതികൾ കൊണ്ടുവരും, മുതിർന്ന പൗരന്മാർക്കുള്ള പദ്ധതികൾ കൊണ്ടുവരും, അതുപോലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ കൊണ്ടുവരും ഇല്ലേ. അപ്പൊ എല്ലാവർക്കും വേണ്ടിയുള്ള പദ്ധതികൾ കൊണ്ടുവരും. അതെന്തിനാണ്? എല്ലാവരും ഉൾക്കൊള്ളുന്ന വളർച്ചയാണ് ലക്ഷ്യം വെക്കുന്നത്. എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യണം, എല്ലാ മതവിഭാഗക്കാരെയും. അതുപോലെ തന്നെ ഇപ്പൊ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും മുതിർന്ന പൗരന്മാരാണെങ്കിലും ഭിന്നശേഷിക്കാരാണെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യണം. അതാണ്
എല്ലാവരും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നുള്ളത് ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു സുസ്ഥിര വികസനം. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, എല്ലാവർക്കും സുസ്ഥിര വികസനം എന്താണെന്നറിയാലോ. നമ്മളിപ്പോ വികസനം വേണം, പക്ഷെ ഇന്നുള്ള വിഭവങ്ങൾ നാളത്തെ തലമുറയ്ക്കും കൂടി നമ്മൾ കരുതി വെക്കണം, അല്ലെ? നമ്മൾ ഇന്ന് ജീവിക്കുന്നു, എല്ലാ വിഭവങ്ങളും നമ്മൾ എടുത്ത് ഉപയോഗിച്ച് സുഖസുന്ദരമായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല, അതെല്ലാതും ഇതേപോലെ തന്നെ അടുത്ത തലമുറയ്ക്ക് കൂടി വേണം എന്നുള്ള രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്ന് പറയും. അപ്പൊ അതുപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനം എന്താണ്? പരിസ്ഥിതിയുടെ സംരക്ഷണം, അല്ലെ? പരിസ്ഥിതിയുടെ സംരക്ഷണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും എന്ത് വരുന്നുണ്ട്? പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് ഒരു ലക്ഷ്യമായി വരുന്നുണ്ട്, പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത്. പിന്നെ വരുന്ന കാര്യം ഒന്ന് സാമൂഹിക ഐക്യം. സാമൂഹിക ഐക്യം വളരെയധികം പ്രാധാന്യമുള്ളതല്ലേ, സാമൂഹിക ഐക്യം. അതുപോലെ ദുരന്ത നിവാരണവും പ്രതിരോധവും, പിന്നെ സർക്കാർ NGO-കളുടെ സഹകരണം, സർക്കാരിന്റെയും NGO-കളുടെയും സഹകരണം. ഈ 3 പോയിന്റും കൂടി എക്സ്ട്രാ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 11 പോയിന്റും പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സാമൂഹിക വികസനത്തിന്റെ ലക്ഷ്യങ്ങളാണ് പറഞ്ഞത്. 11 ലക്ഷ്യങ്ങൾ പറഞ്ഞു. സാമൂഹിക വികസനത്തിന്റെ ലക്ഷ്യങ്ങൾ 11 ലക്ഷ്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് തന്നെത്താൻ ഇനി പറയാൻ കിട്ടണം. ഒന്നും കൂടിയും പറയാം, നിങ്ങൾ ഓരോരോ പഞ്ചവത്സര പദ്ധതികളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒന്ന് ഓർത്തു നോക്കുക. അപ്പൊ ഈ പോയിന്റുകൾ ഒന്നും മറക്കില്ല. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഗ്രാമീണ വികസനം, അല്ലെ? ഫസ്റ്റ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ഗ്രാമീണ വികസനം പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് നഗരവികസനം, സുസ്ഥിര നഗരവികസനം. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിലെ വ്യവസായങ്ങളുടെ വളർച്ചയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞത് സുസ്ഥിര നഗരവികസനം. രണ്ടാമത്തത് സുസ്ഥിര നഗരവികസനം. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് പറഞ്ഞത്. മൂന്നാമത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അഞ്ചാമത്തെ 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു. അതിനുശേഷം നാലാമതായിട്ട് പറഞ്ഞത് നൈപുണ്യ വികസനവും തൊഴിലും. ഈ പരിശീലനങ്ങളൊക്കെ നൽകാല ജനങ്ങൾക്ക്. അപ്പൊ അതാണ് നൈപുണ്യ വികസനവും തൊഴിലും എന്നുള്ളത്. അത് നമ്മളെ 8ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലെ ഈ മാനവ വിഭവശേഷിയുടെ വികസനം എന്നതുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. ഇനി അതിനുശേഷം അഞ്ചാമതായി പറഞ്ഞത് സ്ത്രീ ശാക്തീകരണമാണ്. 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അതിനുശേഷം സ്ത്രീ ശാക്തീകരണം പറയുമ്പോൾ തന്നെ ബാക്കിയുള്ളവരുടെ ശാക്തീകരണവും പങ്കാളിത്തവും കൂടി പറയണം. ശാക്തീകരണവും പങ്കാളിത്തവും. അതിനുശേഷം 7ാമതായിട്ട് നമ്മൾ പറഞ്ഞത് എല്ലാവരും ഉൾക്കൊള്ളുന്ന വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ 11ാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. അതിനുശേഷം പരിസ്ഥിതിയുടെ സംരക്ഷണം എന്നുള്ളത് 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലെ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്, പരിസ്ഥിതിയുടെ സംരക്ഷണം. അപ്പൊ ഇത്ര വരെ 8 ആയിട്ടുണ്ട്. അതിനുശേഷം സാമൂഹിക ഐക്യം, ദുരന്ത നിവാരണവും പ്രതിരോധവും, സർക്കാർ NGO-കളുടെ സഹകരണം. ഈ 3 കൂടി ആയിക്കഴിഞ്ഞാൽ 11 ലക്ഷ്യങ്ങളായി. സാമൂഹിക വികസനത്തിന്റെ 11 ലക്ഷ്യങ്ങളാണ്. ഈ 11 ലക്ഷ്യങ്ങൾ തെറ്റാതെ പഠിച്ചു വെക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. സാമൂഹിക ഐക്യം പഠിക്കണം, അതുപോലെ ദുരന്ത നിവാരണവും പ്രതിരോധവും. ഈ ദുരന്ത നിവാരണവും എങ്ങനെയാണ് ഈ ഗ്രാമവികസനവുമായി പെട്ടിരിക്കുന്നത്, സാമൂഹിക വികസനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അല്ലെ? ദുരന്തങ്ങളെ കാര്യക്ഷമമായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയണം, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം, അവരിൽ ദുരന്തങ്ങളെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കണം. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അതും കൂടി ഓർത്തിക്കുക. ദുരന്ത നിവാരണവും പ്രതിരോധവും. 11ാമത്തെ ലക്ഷ്യമാണ് സർക്കാർ NGO-കളുടെ സഹകരണം എന്നുള്ളത്. ഒന്നാമത്തെ ലക്ഷ്യം ഗ്രാമീണ വികസനം, 2ാമത്തെ ലക്ഷ്യം സുസ്ഥിര നഗരവികസനം, 3ാമത്തെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 4ാമത്തത് നൈപുണ്യ വികസനവും തൊഴിലും, 5ാമത്തത് സ്ത്രീ ശാക്തീകരണം, 6ാമത്തത് ശാക്തീകരണവും പങ്കാളിത്തവും, 7ാമത്തത് എല്ലാവരും ഉൾക്കൊള്ളുന്ന വളർച്ച, 8ാമത്തത് പരിസ്ഥിതി സംരക്ഷണം, 9ാമത്തത് സാമൂഹിക ഐക്യം, 10ാമത്തത് ദുരന്ത നിവാരണവും പ്രതിരോധവും, 11ാമത്തത് സർക്കാർ NGO-കളുടെ സഹകരണം. കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്നുള്ളത് മറന്നു പോകരുത്. അടുത്തതായിട്ട് നമ്മൾ CDP-യിലേക്ക് വരാണ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിലേക്ക് വരാണ്. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു വിവിധോദ്ദേശ പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക. ഒരു വിവിധോദ്ദേശ പദ്ധതികളാണ്. അതായത് ഒരു ഉദ്ദേശം മാത്രമല്ല, മൊത്തം ഒരു സമഗ്രമായിട്ടുള്ള വികസനമാണ് അവിടെ മുന്നിൽ കാണുന്നത്. ഗ്രാമീണ മേഖലയുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പരിവർത്തനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിവിധോദ്ദേശ പദ്ധതിയായിട്ടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. നമ്മൾ ഗാന്ധിയുടെ മറ്റേ സേവാഗ്രാം പദ്ധതി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, അല്ലെ? ഗാന്ധി മുന്നിൽ കണ്ടത് സമഗ്ര വികസനം എന്നുള്ളതായിരുന്നു. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അതെ സമഗ്ര വികസനമാണ് മുന്നിൽ കാണുന്നത്. ഒരു വിവിധോദ്ദേശ പദ്ധതിയാണ്. എല്ലാ മേഖലയിലും ഗ്രാമീണ മേഖലയുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള മുഴുവൻ പരിവർത്തനവും
ഉറപ്പുവരുത്തുന്ന ഒരു വിവിധോദ്ദേശ പദ്ധതിയായിട്ടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യാനന്തരമാണ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇനി എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1952 ഒക്ടോബർ 2-നാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ് അല്ലേ. അപ്പോൾ ഗാന്ധി ജയന്തിയുടെ അന്ന് തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത്. 1952 ഒക്ടോബർ 2. 1952 ഒക്ടോബർ 2-നാണ് CDP പ്രോഗ്രാം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു വിവിധോദ്ദേശ പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? നമ്മുടെ ഗ്രാമങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സമഗ്രമായ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് കൊണ്ടുവന്ന ഒരു വിവിധോദ്ദേശ പദ്ധതിയാണ് CDP എന്നുള്ളത്. 1952 ഒക്ടോബർ 2-നാണ് ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആദ്യഘട്ടത്തിൽ 55 കമ്മ്യൂണിറ്റി വികസന പ്രൊജക്റ്റുകളാണ് ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ എത്ര പ്രൊജക്റ്റുകളാണ്, എത്ര കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകളാണ് ആരംഭിച്ചത്? 55 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകളാണ് ആരംഭിച്ചത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പ്രധാന ലക്ഷ്യം എന്താണെന്നറിയാലോ? ഗ്രാമീണ സമൂഹത്തിൽ ജനങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്രമായ വികസനം, അല്ലെ? എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന സമഗ്രമായ വികസനം, അതായത് ഗ്രാമീണരുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സമഗ്ര വികസനമാണ് അവിടെ മുന്നിൽ കാണുന്നത്. ഇതൊരു പ്രൊജക്റ്റ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ 55 കമ്മ്യൂണിറ്റി പ്രൊജക്റ്റുകളാണ് ആരംഭിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രൊജക്ട് ഓഫീസർ ഉണ്ടായിരിക്കും. ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൊജക്ട് ഓഫീസർ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഈ പദ്ധതി അനുസരിച്ച് ഒരു പ്രൊജക്ട് ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷി, മൃഗപരിപാലനം, സഹകരണം, വ്യവസായം, ഗ്രാമീണ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ നിർവഹണ ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കും. ഒരു പ്രൊജക്ട് ഓഫീസർ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ മേഖലകളിലെല്ലാം തന്നെ ഒരു നിർവഹണ ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ടായിരിക്കും. ഇനി കമ്മ്യൂണിറ്റി വികസന പരിപാടിക്ക് 3 ഘട്ടങ്ങളാണ് വരുന്നത്. കമ്മ്യൂണിറ്റി വികസന പരിപാടിക്ക് 3 ഘട്ടങ്ങൾ. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഗ്രാമത്തിന്റെ ആവശ്യങ്ങളായിരിക്കില്ല മറ്റൊരു ഗ്രാമത്തിന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ കേരളത്തിൽ തന്നെ അറിയാം, ഇപ്പൊ തീരദേശ മേഖലയ്ക്കുള്ള ആവശ്യങ്ങളല്ല ഒരിക്കലും ഒരു മലനാടൻ പ്രദേശത്തിന് ഉള്ള ആവശ്യങ്ങൾ എന്ന് പറയണത്. ഇപ്പൊ നമ്മുടെ മലമ്പ്രദേശങ്ങളുണ്ടല്ലോ, നമ്മുടെ വയനാട്, ഇടുക്കി അങ്ങനെയുള്ള പോലെ സംസ്ഥാനങ്ങളുണ്ട്. അതേപോലെ തന്നെ ആലപ്പുഴ പോലുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഇവിടുത്തെ 2 സ്ഥലത്തെയും ആവശ്യങ്ങൾ ഒന്നാണോ? അല്ല. അപ്പോൾ ഓരോ ഗ്രാമത്തിന്റെയും ആവശ്യങ്ങൾ വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അവിടെ ആവശ്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. ആവശ്യങ്ങൾ തിരിച്ചറിയുക, അതോടൊപ്പം തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തകരെ അണിനിരത്തുക എന്നുള്ളതും ഈ ഒന്നാമത്തെ ഘട്ടത്തിലാണ് പെടുന്നത്. ആ ഘട്ടത്തെ ദേശീയ വിപുലീകരണ ഘട്ടം എന്നാണ് പറയുന്നത്. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നാമത്തെ ഘട്ടമാണെന്ന് തോന്നൂല, പക്ഷെ മനസ്സിലാക്കാം, ദേശീയ വിപുലീകരണ ഘട്ടം. ദേശീയ വിപുലീകരണ ഘട്ടം എന്ന് പറയുന്നത് ഈ CDP പ്രോഗ്രാമിന്റെ ഒന്നാമത്തെ ഘട്ടമാണ്. ദേശീയ വിപുലീകരണ ഘട്ടം. ഈ ഘട്ടത്തിൽ എന്താണ് ചെയ്യുന്നത്? നിർദ്ദിഷ്ട പരിപാടിയെക്കുറിച്ച് സമൂഹത്തെ അണിനിരത്തുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും വിപുലമായ ശ്രദ്ധയുണ്ട്. അതായത് ഈ പദ്ധതിയിലേക്ക് നമ്മൾ പറഞ്ഞു, പൂർണ്ണമായിട്ടും സർക്കാർ അല്ല ചെയ്യുന്നത്. അവിടുത്തെ ആ സമൂഹത്തിന്റെയും കൂടി പങ്കാളിത്തം അവിടെ ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലെ. അതായത് പൂർണ്ണമായിട്ടുള്ള ഒരു ബാഹ്യമായിട്ടുള്ള ഇടപെടലില്ല. അവർ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ, സമൂഹത്തെ അണിനിരത്തുക എന്നുള്ളത് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടത്തിലാണ് വിടുന്നത്. അതിനുശേഷം കമ്മ്യൂണിറ്റി മീറ്റിങ്ങുകൾ ഉണ്ടായിരിക്കും, ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ ഉണ്ടായിരിക്കും, ഈ ആവശ്യങ്ങളും വിഭവങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേകൾ ഉണ്ടായിരിക്കും. ഇതിലൂടെയൊക്കെയാണ് ഇവിടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒക്കെ ഒന്നാമത്തെ ഘട്ടത്തിലാണ് വരുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആവശ്യത്തെ തിരിച്ചറിയുന്നതിനുള്ള ഘട്ടവും സമൂഹത്തെ അണിനിരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഘട്ടവുമാണ്. ആ ഘട്ടത്തെ പറയുന്ന പേര് ദേശീയ വിപുലീകരണ ഘട്ടം എന്നാണ്. അപ്പൊ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ചർച്ചകൾ സംഘടിപ്പിക്കുന്നത്, മീറ്റിങ്ങുകൾ, അതേപോലെ തന്നെ സർവേകൾ, ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് ആവശ്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തീവ്രമായിട്ടുള്ള കമ്മ്യൂണിറ്റി വികസന ഘട്ടമാണ്. തീവ്രമായിട്ടുള്ള കമ്മ്യൂണിറ്റി വികസന ഘട്ടം. അതായത് നമ്മൾ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞു, ഇനി അത് നടപ്പിലാക്കി വികസന പാതയിൽ എത്തിച്ചേരുക, അതാണ് തീവ്രമായിട്ടുള്ള വികസന ഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള തീവ്രമായ പ്രവർത്തനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞു, ഇനി അത് പരിഹരിക്കുന്നതിനുള്ള തീവ്രമായിട്ടുള്ള പ്രവർത്തനത്തിലാണ് രണ്ടാമത്തെ ഘട്ടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണം. ഇപ്പൊ നമ്മുടെ ഒരു ഗ്രാമം എടുക്കുകയാണ്. ആ ഗ്രാമത്തിൽ കുറെ നെൽവയലൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ സ്ഥിരമായിട്ട് ഉപ്പുവെള്ളം കയറുന്ന ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ അവിടെ സർവേകളൊക്കെ നടത്തിയിട്ട് ഏതൊക്കെ പാടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നുണ്ട്, അതേപോലെ അവർ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ചർച്ചയിൽ കൂടി മനസ്സിലാക്കാണ്. അപ്പൊ ഇതിന് എന്താണ് പരിഹാരം,
എന്ന് ചർച്ച ചെയ്യും അല്ലെ. പരിഹാരങ്ങൾ, ഒരുപാട് പരിഹാരങ്ങളുണ്ടാവും. പക്ഷെ അതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബണ്ട് നിർമ്മിക്കണം. ഈ ഉപ്പുവെള്ളം വയലിലേക്ക് കയറാതിരിക്കാൻ ഒരു ബണ്ട് നിർമ്മിക്കണം എന്നുള്ളൊരു പരിഹാര മാർഗത്തിലേക്ക് എത്തിച്ചേരാണ്. ഈ ബണ്ട് നിർമ്മിക്കലാണ് രണ്ടാമത്തെ ഘട്ടം അല്ലെ. അത് വികസനം. അപ്പൊ തീവ്രമായിട്ടുള്ള വികസന ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം, ആ ബണ്ട് നിർമ്മിക്കല്. അപ്പൊ ഈ ആവശ്യങ്ങൾ തിരിച്ചറിയലും അതിനു വേണ്ടിയിട്ട് സമൂഹത്തെ അണിനിരക്കുന്നതുമാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം ആ തീവ്രമായിട്ടുള്ള വികസന ഘട്ടമാണ്. അവിടെ ബണ്ട് നിർമ്മിച്ച് ആ ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറുന്നത് തടയുക എന്നുള്ള തീവ്രമായിട്ടുള്ള വികസന ഘട്ടം. മനസ്സിലായില്ലേ? അവിടെ നമ്മൾ തിരിച്ചറിഞ്ഞ പ്രശ്നത്തിനുള്ള പരിഹരിക്കുന്ന ഒരു ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിന് ശേഷമുള്ള മെയിൻ്റെനൻസ് അല്ലെ. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ വികസന സംരംഭത്തിന്റെ സുസ്ഥിരത അത് സ്ഥിരമായിരിക്കണം അല്ലെ. ആ സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനുള്ള ഉത്തരവാദിത്തം സമൂഹത്തിന് കൈമാറുന്ന പ്രോസസ്സാണ് അവിടെ. ആ ഉത്തരവാദിത്തം അത് സുസ്ഥിരമായിട്ട് എന്നും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അവിടുത്തെ സമൂഹത്തിനാണ് അല്ലെ. അതാണ് മൂന്നാമത്തെ ഘട്ടം, അതായത് വികസനത്തിന് ശേഷമുള്ള ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ 3 ഘട്ടം കിട്ടി. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ CDP പ്രോഗ്രാമിന്റെ ഘട്ടങ്ങളാണ് പറയുന്നത് കേട്ടോ. കമ്മ്യൂണിറ്റി വികസന പരിപാടിയുടെ 3 ഘട്ടങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ഘട്ടം ദേശീയ വിപുലീകരണ ഘട്ടം. ആ ഘട്ടം മാത്രം നമുക്ക് പേരിൽ നിന്ന് കിട്ടാത്തതുള്ളൂ. ദേശീയ വിപുലീകരണ ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആവശ്യങ്ങൾ തിരിച്ചറിയുകയും സമൂഹത്തെ അതിനുവേണ്ടി അണിനിരത്തുകയും ചെയ്യുന്ന ഘട്ടമാണ് ദേശീയ വിപുലീകരണ ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള കമ്മ്യൂണിറ്റി വികസന ഘട്ടം. നമ്മൾ തിരിച്ചറിഞ്ഞ പ്രശ്നത്തെ പരിഹരിക്കുന്ന ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അതിനുശേഷമുള്ള സുസ്ഥിരത ഉറപ്പാക്കുക. ആ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള ചുമതല ആർക്ക് കൈമാറാണ്? സമൂഹത്തിന് കൈമാറാണ്. അത് വികസനത്തിന് ശേഷമുള്ള ഘട്ടം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നമാണ് അല്ലെ. ഇനിയിപ്പോ നമ്മൾ സ്ഥിരമായിട്ട് വരൾച്ച നേരിടുന്ന ഒരു പ്രശ്നമാണെന്ന് വിചാരിക്കുക. കൃഷി ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ആവശ്യത്തിനുള്ള ജലലഭ്യത ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഈ പ്രശ്നത്തെ കുറിച്ച് ചർച്ച ചെയ്യും അല്ലെ. എങ്ങനെയൊക്കെ അവിടേക്ക് ജലം കൊണ്ടുവരാം, എങ്ങനെയൊക്കെ ആ പ്രദേശത്തെ കൃഷിയോഗ്യമാക്കി തീർക്കാൻ പറ്റും എന്നുള്ള ചർച്ച ചെയ്യും അല്ലെ. ചർച്ചകൾ ചെയ്ത് പരിഹാരങ്ങൾ തേടി അതിനു വേണ്ടിയിട്ടുള്ള സമൂഹത്തെ അണിനിരത്തുന്ന ഘട്ടം ആദ്യത്തെ ഘട്ടം. അതിനെ ദേശീയ വിപുലീകരണ ഘട്ടം എന്ന് പറയും. ഇനി രണ്ടാമതെന്ന് വെച്ചാൽ അവിടേക്ക് ജലം എത്തിക്കാനുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം. അതിനെന്ത് പറയാ? തീവ്രമായ കമ്മ്യൂണിറ്റി വികസന ഘട്ടം എന്ന് പറയും. മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അവിടേക്ക് വെള്ളം എത്തിക്കാനുള്ള പരിപാടികളും എല്ലാം നടപ്പിലാക്കി അല്ലെ. പലതരത്തിലും വെള്ളം എത്തിക്കാനുള്ള, അതിന്റെ ഇതെല്ലാം എനിക്കറിയില്ല, പക്ഷെങ്കിലും പല രീതിയിൽ വെള്ളം എത്തിക്കാനുള്ള മാർഗങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇനി അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. കാലാകാലങ്ങളിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? അവിടുത്തെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ സമൂഹത്തിന് ആ ഉത്തരവാദിത്തം കൈമാറുന്ന സ്റ്റേജാണ് മൂന്നാമത്തെ ഘട്ടം, വികസനത്തിന് ശേഷമുള്ള ഘട്ടം എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ സർക്കാരിന്റെയും അതേപോലെ തന്നെ NGO, അതായത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, പലതരത്തിലുള്ള സംഘടനകൾ ഉണ്ടാവും അല്ലെ. അവരുടെ എല്ലാത്തിനെയും സഹകരണത്തോട് കൂടിയിട്ടായിരിക്കും ആ വികസന പരിപാടി ആ പ്രദേശത്ത് നടപ്പിലാക്കുന്നത്. ഇനി അതിനുശേഷം എന്ന് വെച്ചാൽ ഈ ബാഹ്യമായിട്ടുള്ള എല്ലാ പിന്തുണകളും കുറച്ചുകൊണ്ട് അവരെ തന്നെ, ആ സമൂഹത്തെ സ്വയം പ്രാപ്തരാക്കുക. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, ഈ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സ്വയം പ്രാപ്തമാക്കുന്നതാണ് ഈ മൂന്നാമത്തെ ഘട്ടം എന്നുള്ളത്. അവിടെ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ ബാഹ്യ പിന്തുണയോടെ സ്വന്തം സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സമൂഹത്തെ പ്രാപ്തമാക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പൊ ആ 3 ഘട്ടങ്ങളും കൃത്യമായി പഠിക്കുക. ഒന്നാമത്തത് ദേശീയ വിപുലീകരണ ഘട്ടം, രണ്ടാമത്തത് തീവ്രമായിട്ടുള്ള കമ്മ്യൂണിറ്റി വികസന ഘട്ടം, മൂന്നാമത്തത് വികസനത്തിന് ശേഷമുള്ള ഘട്ടം. ഇനി ഇവിടെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, NES നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, നമ്മൾ MES എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, അതുപോലെ NES നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, അതൊരു ഓർഗനൈസേഷനാണ്. നമ്മൾ 1952 ഒക്ടോബർ 2 CDP ആരംഭിച്ചതെന്ന് പറഞ്ഞു അല്ലെ. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചെന്ന് പറഞ്ഞു. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഈ NES എന്ന് പറയുന്നത്. അത് ആരംഭിച്ചത് 1953 അപ്പൊ CDP 1952 NES ആരംഭിച്ചത് 1953. അതായത് ഗ്രാമതലത്തിൽ തൊഴിലാളികൾക്ക് പരിശീലനം നൽകുക, അതേപോലെ തന്നെ ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ സർക്കാർ വകുപ്പുകൾ ഉണ്ടായിരിക്കും. ആ വകുപ്പുകളെല്ലാം തന്നെ പരസ്പരം ഏകോപിപ്പിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ ജലസേചന സൗകര്യം അവിടേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ എത്തിക്കേണ്ടി വരുമ്പോൾ, ഇപ്പൊ റോഡ് മുഖേനൊക്കെ എത്തിക്കേണ്ടി വരുമ്പോൾ അവിടെ നമ്മൾ പൊതുമരാമത്ത് വകുപ്പുമായിട്ട്
അല്ലെ സംയോജിച്ച് വേണ്ടി വരും പ്രവർത്തിക്കേണ്ടത്. അതേപോലെ തന്നെ ജലസേചന വകുപ്പുമായി സംയോജിച്ച് വേണം പ്രവർത്തിക്കാൻ. അപ്പൊ പലതരത്തിലുള്ള, അതുപോലെ കൃഷി വകുപ്പുമായി സംയോജിച്ച് വേണം പ്രവർത്തിക്കാൻ. അപ്പൊ വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വേണം ഒരു പ്രദേശത്തുള്ള വികസന പരിപാടികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ ആരുടെ ചുമതലയാണ്? അതൊക്കെ NES ആണ് നിർവഹിക്കുന്നത്. അപ്പൊ NES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ആണ്. 1953 ആരംഭിച്ചത്. ഗ്രാമതലത്തിൽ തൊഴിലാളികൾക്ക് പരിശീലനം നൽകുകയും ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ചെയ്യലാണ് ഈ NESന്റെ ധർമ്മം. അതായത് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിന്റെ ചുമതല എന്ന് പറയുന്നത്. അടുത്തത് വില്ലേജ് ലെവൽ വർക്കേഴ്സ്. വില്ലേജ് ലെവൽ വർക്കേഴ്സ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വില്ലേജ് ലെവലിലുള്ള ഏറ്റവും താഴെയുള്ള വർക്കേഴ്സ് ആയിരിക്കും അല്ലെ. ഇവരുടെ പണി എന്താണ്? ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഈ ഗ്രാമീണരെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഗ്രാമീണരെ സംഘടിപ്പിക്കുക, വികസന പ്രവർത്തനങ്ങളിൽ ഗ്രാമീണരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വില്ലേജ് ലെവൽ വർക്കേഴ്സിന്റെ ചുമതല എന്ന് പറയുന്നത്. അപ്പം വില്ലേജ് തലത്തിൽ പ്രധാന പ്രവർത്തകർ ആരാണ്? വില്ലേജ് തലത്തിലുള്ള പ്രധാന പ്രവർത്തകർ എന്ന് പറയുന്നത് ഈ വില്ലേജ് ലെവൽ വർക്കേഴ്സ് അഥവാ VLW ആണ്. VLW അഥവാ വില്ലേജ് ലെവൽ വർക്കേഴ്സ് ആണ് വില്ലേജ് തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്ന് പറയുന്നത്. ഏറ്റവും താഴെ വില്ലേജ്, പിന്നെ അതിനുശേഷം ബ്ലോക്ക് വരുന്നുണ്ട്, പിന്നെ ഡിസ്ട്രിക്ട് വരുന്നുണ്ട്, ജില്ലാ തലത്തിൽ വരുന്നുണ്ട്. ഈ വില്ലേജ് തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്ന് പറയുന്നത് ഈ വില്ലേജ് ലെവൽ വർക്കേഴ്സ് ആണ്. അവരുടെ ജോലി എന്ന് പറയുന്നത് ഗ്രാമീണരെ സംഘടിപ്പിക്കുകയും വികസന പ്രവർത്തനങ്ങളിൽ ഗ്രാമീണരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും അതേപോലെ തന്നെ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ആ ഗ്രാമീണർക്ക് ആ വിവരങ്ങൾ കൈമാറാം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു സ്ഥലത്ത് ഉപ്പുവെള്ളം ഒരു വയലിലേക്ക് ഉപ്പുവെള്ളം കയറുന്നതിനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അല്ലെ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഇപ്പൊ വിള ഇൻഷുറൻസുകളൊക്കെ നൽകാൻ നമുക്ക് ഏർപ്പാടാക്കാൻ പറ്റും അല്ലെ. അപ്പൊ വിള ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിളനാശം സംഭവിച്ചാലും ഇപ്പൊ ഉപ്പുവെള്ളം കയറി ആ കൃഷി മുഴുവൻ നശിച്ചു പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് അവിടെ ഇൻഷുറൻസ് ലഭിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവരെ ബോധ്യപ്പെടുത്തി അതുപോലെ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുക കൃത്യമായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് സബ്സിഡി തലത്തിൽ പല വിത്തുകൾ ലഭിക്കും, വളങ്ങൾ ലഭിക്കും, അതേപോലെ തന്നെ ഗുണമേന്മയുള്ള വിത്തുകൾ ലഭിക്കും. അതൊക്കെ കൃത്യമായിട്ട് ഏത് സമയത്തൊക്കെയാണ് ലഭിക്കുന്നത്, അതേപോലെ ഈ ഇൻഷുറൻസ് ഏത് സമയത്താണ് നൽകേണ്ടത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായ വിവരങ്ങൾ നൽകുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും ആരുടെ പണിയാണ്? ഈ വില്ലേജ് ലെവൽ വർക്കേഴ്സിന്റെ ജോലിയാണ്. അപ്പോൾ വില്ലേജ് ലെവൽ വർക്കേഴ്സിന്റെ 3 ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേതായിട്ട് പറഞ്ഞത് ഗ്രാമീണരെ സംഘടിപ്പിക്കുക, രണ്ടാമതായിട്ട് വികസന പ്രവർത്തനങ്ങളിൽ ഈ ഗ്രാമീണരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, മൂന്നാമത് ഗ്രാമീണർക്ക് വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് വില്ലേജ് തലത്തിലുള്ളതാണല്ലേ പറഞ്ഞത്. വില്ലേജ് തലത്തിൽ ഏറ്റവും താഴെ വില്ലേജ് തലത്തിലാണ് വില്ലേജ് ലെവൽ വർക്കേഴ്സ് വരുന്നത്. അടുത്തത് ബ്ലോക്ക് തലത്തിലേക്ക് വരുമ്പോൾ അവിടെ വരുന്നത് BDO ആണ്. BDO എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അഥവാ BDO. ഇതെന്ന് പറയുന്നത് ബ്ലോക്ക് ഡെവലപ്മെന്റിന്റെ ഓഫീസ് തലവനാണ് BDO എന്ന് പറഞ്ഞത്. ബ്ലോക്ക് തലത്തിലെ ഈ CDP പ്രോഗ്രാമിന്റെ മൊത്തം ചുമതല, ആസൂത്രണത്തിന്റെയും നടത്തിപ്പിന്റെയും മൊത്തം ചുമതല ഈ BDOക്ക് ആയിരിക്കും. BDO എന്ന് വെച്ചാൽ അത് ബ്ലോക്ക് തലത്തിലുള്ള ഒരു ഓഫീസറാണ്. അയാൾക്ക് ഈ ബ്ലോക്ക് തലത്തിലുള്ള ഈ CDP കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ മുഴുവൻ ആസൂത്രണത്തിന്റെയും നടത്തിപ്പിന്റെയും ചുമതല ഈ BDOക്ക് ആയിരിക്കും. അത് കഴിഞ്ഞ് ബ്ലോക്ക് തലത്തിൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ജില്ലാ തലത്തിൽ അല്ലെ. നമ്മൾ സാധാരണ പഞ്ചായത്ത് പറയുമ്പം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നല്ലേ പറയാ. അതേപോലെ തന്നെ ഏറ്റവും അടിയിൽ ഗ്രാമതലത്തിൽ വില്ലേജ് ലെവൽ വർക്കേഴ്സ്, അതിനുശേഷം ബ്ലോക്ക് തലത്തിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അഥവാ BDO. ഇനി ജില്ലാ തലത്തിലേക്ക് വരുമ്പോൾ ജില്ലാ വികസന ഓഫീസർ DDO, ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസർ അഥവാ ജില്ലാ വികസന ഓഫീസർ DDO എന്ന് പറയുന്നത്. അപ്പൊ അയാളുടെ പണി എന്തായിരിക്കും? ഈ ജില്ലയിലെ ആ വ്യക്തിയുടെ ജോലി എന്ന് പറയുന്നത് ഈ ജില്ലയിലുള്ള CDPയുടെ മൊത്തം ചുമതല, അതായത് മൊത്തം ആസൂത്രണത്തിന്റെയും നടത്തിപ്പിന്റെയും ചുമതല ആർക്കായിരിക്കും? ഡിസ്ട്രിക്ട് തലത്തിലെ ഈ DDOക്ക് ആയിരിക്കും, ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസർക്കായിരിക്കും. അതിന് മുകളിലാണ് പിന്നെ സംസ്ഥാന സർക്കാരും പിന്നെ കേന്ദ്ര സർക്കാരും വരുന്നത്. സംസ്ഥാന സർക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഈ CDPക്ക് സാമ്പത്തികവും ഭരണപരവുമായിട്ടുള്ള പിന്തുണ നൽകും. സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകും, അതേപോലെ തന്നെ ഭരണപരമായിട്ടുള്ള പിന്തുണയും നൽകും. കേന്ദ്ര സർക്കാർ മൊത്തത്തിലുള്ള നയമാർഗനിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായവും നൽകും. ഈ നമുക്കറിയാലോ, നമ്മൾ എന്ത് പ്രോഗ്രാം പറയുമ്പോഴും അതിൽ ഇത്ര വിഹിതം കേന്ദ്രത്തിന്റെയും ഇത്ര വിഹിതം സംസ്ഥാനങ്ങളുടെ ആയിരിക്കില്ല. അപ്പൊ രണ്ടുപേരും എന്ത് നൽകുന്നുണ്ട്? സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്
നമ്മുടെ ഇത് CDP-യുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി അടുത്തത് ഈ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് NES-ന്റെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്താണെന്നാണ് പറഞ്ഞത്. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ CDP-ക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലാളികൾക്ക് പരിശീലനം നൽകുക, ഗ്രാമതലത്തിൽ തൊഴിലാളികൾക്ക് പരിശീലനം നൽകുക, അതേപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക. വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന പണിയാണ് ഈ NES-നുള്ളത്, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിനുള്ളത്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഇതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ, സാമൂഹിക വികസനത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. 11 പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ വേണം. അത് ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞ് സമയം കളയണില്ല, നിങ്ങളുടെ മനസ്സിൽ തന്നെ ഓർത്തു വെക്കുക. സാമൂഹ്യ വികസനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷം CDP-നെ കുറിച്ച് പറഞ്ഞപ്പോൾ CDP എന്നാണ് ആരംഭിച്ചത്? 1952 ഒക്ടോബർ 2-നാണ് ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ 55 കമ്മ്യൂണിറ്റി വികസന പ്രൊജക്ടുകളാണ് ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ 55 കമ്മ്യൂണിറ്റി വികസന പ്രൊജക്ടുകളാണ് ആരംഭിച്ചത്. ഇനി ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ CDP പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമീണ മേഖലയുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പരിവർത്തനം, ഒരു ഗ്രാമീണ മേഖലയുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പരിവർത്തനം ഉറപ്പാക്കുക. എങ്ങനെ ഉറപ്പാക്കുക? വിവിധോദ്ദേശ പദ്ധതികളിലൂടെ അല്ലെ, വിവിധോദ്ദേശ പദ്ധതികളിലൂടെ ഒരു ഗ്രാമത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പരിവർത്തനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആരംഭിച്ച പ്രോഗ്രാമാണ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിന് 3 ഘട്ടങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തെ ദേശീയ വിപുലീകരണ ഘട്ടം. ദേശീയ വിപുലീകരണ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആവശ്യങ്ങൾ തിരിച്ചറിയുകയും അതിനുവേണ്ടി സമൂഹത്തെ അണിനിരത്തുകയും ചെയ്യുന്ന ഘട്ടമാണ് വിപുലീകരണ ഘട്ടം. ഏറ്റവും ആദ്യത്തെ ഘട്ടം അല്ലെ. ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് കുറെ സർവേകളും ചർച്ചകളൊക്കെ നടത്തി ആവശ്യങ്ങളെ തിരിച്ചറിയുക, അതുപോലെ തന്നെ സമൂഹത്തിന് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തകരെ അണിനിരത്തുക. ഇതാണ് ആദ്യത്തെ ഘട്ടത്തിൽ വരുന്നത്. രണ്ടാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ തീവ്രമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി വികസന ഘട്ടമാണ്, തീവ്രമായിട്ടുള്ള ഒരു സാമൂഹിക വികസന ഘട്ടം. അതായത് നമ്മൾ ചർച്ച ചെയ്ത് കണ്ടെത്തിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന പ്രവർത്തനമാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ പരിഹാരത്തിനെ നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകുക, അല്ലെങ്കിൽ ഈ തുടങ്ങിയ സംരംഭത്തെ കാലാകാലത്തോളം നിലനിർത്തിക്കൊണ്ടുപോകുക, സുസ്ഥിരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം. ഈ ഘട്ടം, അതായത് മൂന്നാമത്തെ ഘട്ടം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വികസന സംരംഭങ്ങളുടെ സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും ഉത്തരവാദിത്തം സമൂഹത്തിന് കൈമാറുന്നതിനുമാണ്. ഈ ഘട്ടത്തെ എന്താണ് പറയാ? വികസനത്തിന് ശേഷമുള്ള ഘട്ടം എന്നാണ് പറയാ. അപ്പൊ 3 ഘട്ടം: ദേശീയ വിപുലീകരണ ഘട്ടം, തീവ്രമായിട്ടുള്ള കമ്മ്യൂണിറ്റി വികസന ഘട്ടം, വികസനത്തിന് ശേഷമുള്ള ഘട്ടം. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഇതിനെ സഹായിക്കുന്ന പല വ്യക്തികളെ അല്ലെങ്കിൽ വിവിധ പോസ്റ്റുകളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഓർഗനൈസേഷന്റെ പേര് NES എന്നാണ്. NES, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നാണ്. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ആരംഭിച്ചത് 1953-ലാണ്. എന്താണ് ഇതിന്റെ ചുമതല എന്ന് പറയുന്നത്? ഗ്രാമതലത്തിൽ തൊഴിലാളികൾക്ക് പരിശീലനം നൽകുക, അതേപോലെ തന്നെ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ, ഈ CDP പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് NES-ന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഞ്ചായത്ത് 3ആയി തിരിച്ചിട്ടില്ലേ? നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഈ 3 തലത്തിലും ഓഫീസർമാരുണ്ട് അല്ലെ, ഉദ്യോഗസ്ഥരുണ്ട്. ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത്, ഏറ്റവും താഴത്തെ ലെവൽ എന്ന് പറയുന്നത് വില്ലേജ് ലെവൽ വർക്കർ എന്നുള്ളതാണ്. വില്ലേജ് ലെവൽ വർക്കർ അഥവാ VLW എന്ന് പറയുന്നതാണ്. ഈ പ്രവർത്തനം, ഇവരുടെ മെയിൻ ആയിട്ടുള്ള ചുമതല എന്ന് പറയുന്നത് ഗ്രാമീണരെ സംഘടിപ്പിക്കുക, അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, പങ്കാളിത്തം സമാഹരിക്കുക, അതേപോലെ തന്നെ ഗ്രാമീണർക്ക് വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുക എന്നുള്ളതാണ് ഈ വില്ലേജ് ലെവൽ വർക്കേഴ്സിന്റെ ജോലി എന്ന് പറയുന്നത്. രണ്ടാമത്തത് വരുന്നത് ബ്ലോക്ക് ലെവൽ ഓഫീസർ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറാണ്. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അഥവാ BDO. ബ്ലോക്ക് തലത്തിലുള്ള ഈ CDP പ്രോഗ്രാമിന്റെ മുഴുവൻ ആസൂത്രണവും നടത്തിപ്പും ആരുടെ ചുമതലയാണ്? ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറുടെ ചുമതലയാണ്. ഒരു ബ്ലോക്ക് തലത്തിലുള്ള എല്ലാ CDP പ്രോഗ്രാമുകളുടെയും ആസൂത്രണവും നടത്തിപ്പും അദ്ദേഹത്തിന്റെ ചുമതലയാണ്. അതിനുശേഷമാണ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസർ അഥവാ ജില്ലാ വികസന ഓഫീസർ വരുന്നത്. ആ ജില്ലാ തലത്തിലുള്ള എല്ലാ CDP പ്രോഗ്രാമുകളുടെയും ആസൂത്രണവും നടത്തിപ്പും ഈ DDOയുടെ ചുമതലയാണ്. അതിനുശേഷം സംസ്ഥാന സർക്കാരാണ് ഇതിന് വേണ്ട ഫണ്ട് നൽകുന്നതും അതേപോലെ തന്നെ ഭരണപരമായിട്ടുള്ള പിന്തുണ നൽകുന്നതും. കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നയങ്ങളും മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു, അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഫണ്ടും നൽകുന്നു.
സാമ്പത്തിക സഹായവും നൽകുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ CDP-യുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.